ഹൃദയ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സർക്കാരിനെ കോട്ടയം മെഡിക്കൽ കോളേജ് വെട്ടിലാക്കി. ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനെത്തിയ കമ്പനി പ്രതിനിധികൾക്ക് സ്റ്റെന്റ് ഉൾപ്പെടെയുള്ളവ അധികൃതർ കൈമാറി. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് കടുത്ത അതൃപ്തി. 24 ബ്രേക്കിംഗ് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ പ്രതീഷ്. SKN കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഇന്നലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിതരണക്കാർ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ തിരിച്ചെടുത്തത്. ഈ തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, ഒപ്പം എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെയുള്ള ഇടങ്ങളിലായിരുന്നു വിതരണക്കാർക്ക് കുടിശ്ശിക നൽകാനുണ്ടായിരുന്നത്. മറ്റ് ആശുപത്രികളിലെ സൂപ്രണ്ടുമാർ വിതരണ കമ്പനിക്കാരുമായി ചർച്ച നടത്തുകയും ഈ കുടിശ്ശിക നൽകാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ആശുപത്രികൾക്ക് അധിക സമയം അനുവദിക്കുകയും ചെയ്തു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ ആയിരുന്നില്ല സ്ഥിതി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്റ്റോക്ക് എടുക്കാൻ വന്ന വിതരണക്കാരുടെ കയ്യിൽ അധികൃതർ തന്നെ ഈ സ്റ്റോക്ക് നൽകുകയായിരുന്നു. ഇതാണ് വലിയ വിവാദമായിട്ടുള്ളത്. ആശുപത്രി സൂപ്രണ്ടിന്റെ ഈ നിലപാടിനെതിരെ ആരോഗ്യ വകുപ്പിനും ആരോഗ്യമന്ത്രിക്കും കടുത്ത അതൃപ്തിയുണ്ട്. ഈ സ്റ്റോക്ക് തിരിച്ചെടുക്കുന്നതിനൊപ്പം ഈ വിതരണ കമ്പനിക്കാർ കാത്ത് ലാബിന് മുന്നിൽ വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. ഈ കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ആശുപത്രിയിലെ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുന്നു എന്നതാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇതിലുൾപ്പെടെ വലിയ വീഴ്ച ആശുപത്രി അധികൃതർക്ക് സംഭവിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് കൂടുതൽ പ്രതികരണങ്ങൾക്കും ഇനിയും തയ്യാറായിട്ടില്ല. ഏകദേശം 159 കോടിയോളം രൂപയാണ് വിവിധ ആശുപത്രികൾ കൊടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ 30 കോടി മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇത് ഈ സ്റ്റോക്കുകൾ തിരിച്ചെടുക്കുന്നതിന് നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനാണ് നിലവിൽ വിതരണ കമ്പനിക്കാരുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.